ഹായ് ഓൾ, എല്ലാവർക്കും അഹവ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആഡ്വേർബ്സിൻ്റെ 150 എക്സാമ്പിൾ വേർഡ്സ് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്, അതിൻ്റെ മലയാള അർത്ഥത്തോടു കൂടി. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഡ്വർബ് എന്താണെന്നും എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ കൃത്യമായി പഠിച്ചായിരുന്നു. ഒരിക്കൽ കൂടി പറയാം. ആഡ്വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാനും ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനും മറ്റൊരു ആഡ്വേർബിനെ മോഡിഫൈ ചെയ്യാനും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ്വേർബിൽ നിന്ന് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പം ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ ആ ഒരു ആഡ്വേർബിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രവൃത്തി ചെയ്തത്, എത്രത്തോളം ഒരു പ്രവൃത്തി ചെയ്തു, എപ്പോഴെല്ലാം ആ പ്രവൃത്തി ചെയ്തു, എവിടെ ചെയ്തു, എപ്പോൾ ചെയ്തു, ഇത്രയും വിവരങ്ങൾ നമുക്ക് ഒരു ആഡ്വേർബിൽ നിന്ന് നമുക്ക് ആഡ്വേർബ് എന്ത് ചെയ്യുന്നു, ഇത്രയും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഈ ഓരോ ഇൻഫർമേഷനും അനുസരിച്ച് നമ്മൾ പല കാറ്റഗറി ഓഫ് ആഡ്വേർബ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തായിരുന്നു. സോ ആഡ്വേർബ്സിൻ്റെ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം കടന്നു വരിക. ഇനി അതല്ല, ആഡ്വേർബ്സിനെ കുറിച്ച് തറവായിട്ട് അറിയാവുന്നവർക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന 150 ആഡ്വേർബ്സിനെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. സോ ടൈപ്സ് ഓഫ് ആഡ്വേർബ്സിനെ ഒന്നുകൂടെ പറയുന്നു. ഹൗ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നതിനെ ആഡ്വർബ് ഓഫ് മാനർ, അതായത് എങ്ങനെ പ്രവൃത്തി ചെയ്തു എന്നുള്ളതിന് ആഡ്വർബ് ഓഫ് മാനർ എന്നും, ഹൗ മച്ച് എത്രത്തോളം ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളതിന് ആഡ്വർബ് ഓഫ് ഡിഗ്രി എന്നും, ഹൗ ഓഫൻ എപ്പോഴെല്ലാം ഇടവിട്ടാണോ അതോ ആ ഒരു പ്രവൃത്തിയുടെ കാലയളവ് അല്ലെങ്കിൽ ഇടവേള എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയുന്ന ഹൗ ഓഫൻ എന്നതിന് ഉത്തരം തരുന്ന ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളതുമുണ്ട്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് വെൻ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നു ആഡ്വർബ് ഓഫ് ടൈം. അടുത്തത് വെയർ, എവിടെയാണ്, ആഡ്വർബ് ഓഫ് പ്ലേസ്. അപ്പം ഇങ്ങനെയുള്ള കാറ്റഗറി നമ്മൾ ഏകദേശം 8 കാറ്റഗറിയോളം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 150 ഇതിൻ്റെ എല്ലാത്തിൽ നിന്നുമുള്ള ജനറലായിട്ട് യൂസ് ചെയ്യുന്ന 150 ആഡ്വർബ്സാണ് നമ്മൾ വിത്ത് മലയാളം മീനിങ്ങോടുകൂടി പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആഡ്വർബ് ഓഫ് മാനറാണ്. അതായത് എങ്ങനെയെല്ലാം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വേർഡുകളാണ് ആഡ്വർബ് ഓഫ് മാനർ. സോ സ്റ്റാർട്ട് ചെയ്യാം. ആംഗ്രിലി, ദേഷ്യത്തോടെ. ആംഗ്രിലി, ദേഷ്യത്തോടെ. ആൻഷ്യസ്ലി, ഉത്കണ്ഠയോടെ. ആൻഷ്യസ്ലി, ഉത്കണ്ഠയോടെ. ബാഡ്ലി, മോശമായി. ബാഡ്ലി, മോശമായി. ബ്യൂട്ടിഫുള്ളി, മനോഹരമായി. ബ്യൂട്ടിഫുള്ളി, മനോഹരമായി. കാംലി, ശാന്തമായി. കാംലി, ശാന്തമായി. കെയർഫുള്ളി, ശ്രദ്ധയോടെ. കെയർഫുള്ളി, ശ്രദ്ധയോടെ. കെയർലെസ്ലി, ശ്രദ്ധയില്ലാതെ. കെയർലെസ്ലി, ശ്രദ്ധയില്ലാതെ. ക്ലിയർലി, വ്യക്തമായി. ക്ലിയർലി, വ്യക്തമായി. ക്ലോസ്ലി, അടുത്തായി. ക്ലോസ്ലി, അടുത്തായി. കറക്റ്റ്ലി, ശരിയായി. കറക്റ്റ്ലി, ശരിയായി. ഈഗർലി, താൽപ്പര്യത്തോടെ. ഈഗർലി, താൽപ്പര്യത്തോടെ. ഈസിലി, എളുപ്പത്തിൽ. ഈസിലി, എളുപ്പത്തിൽ. എഫിഷ്യൻ്റ്ലി, ഫലവത്തായി. എഫിഷ്യൻ്റ്ലി, ഫലവത്തായി. ഫാസ്റ്റ്, വേഗത്തിൽ. ഫാസ്റ്റ്, വേഗത്തിൽ. ഫോണ്ട്ലി, മമതയോടെ അഥവാ ഇഷ്ടത്തോടെ. ഫോണ്ട്ലി, മമതയോടെ അഥവാ ഇഷ്ടത്തോടെ. ഫ്രാങ്ക്ലി, സത്യസന്ധമായി. ഫ്രാങ്ക്ലി, സത്യസന്ധമായി. ജെന്റ്ലി, മൃദുവായി. ജെന്റ്ലി, മൃദുവായി. ഹാപ്പിലി, സന്തോഷത്തോടെ. ഹാപ്പിലി, സന്തോഷത്തോടെ. കൈൻഡ്ലി, ദയവായി. കൈൻഡ്ലി, ദയവായി. ലൗഡ്ലി, ഉച്ചത്തിൽ. ലൗഡ്ലി, ഉച്ചത്തിൽ. മിസ്റ്റീരിയസ്ലി, അജ്ഞാതമായി. മിസ്റ്റീരിയസ്ലി, അജ്ഞാതമായി.
നാച്ചുറലി സ്വാഭാവികമായി, നാച്ചുറലി സ്വാഭാവികമായി. നൈസ്ലി തക്കത്തിൽ, നൈസ്ലി തക്കത്തിൽ. നീറ്റ്ലി വൃത്തിയായി, നീറ്റ്ലി വൃത്തിയായി. ഒബീഡിയൻലി അനുസരണയോടെ, ഒബീഡിയൻലി അനുസരണയോടെ. പീസ്ഫുള്ളി സമാധാനമായി, പീസ്ഫുള്ളി സമാധാനമായി. പെയിൻഫുള്ളി വേദനയോടെ, പെയിൻഫുള്ളി വേദനയോടെ. പിയേഴ്സ്ലി തുളച്ചു കയറിയ, പിയേഴ്സ്ലി തുളച്ചു കയറിയ. പൊയറ്റിക്കലി കാവ്യമായി, പൊയറ്റിക്കലി കാവ്യമായി. പൊളൈറ്റ്ലി മാന്യമായി, പൊളൈറ്റ്ലി മാന്യമായി. ക്വയറ്റ്ലി സൗമ്യമായി, ക്വയറ്റ്ലി സൗമ്യമായി. ക്വിക്ക്ലി പെട്ടെന്ന്, ക്വിക്ക്ലി പെട്ടെന്ന്. റിപ്പീറ്റഡ്ലി തുടർച്ചയായി, റിപ്പീറ്റഡ്ലി തുടർച്ചയായി. സീരിയസ്ലി ഗൗരവമായി, സീരിയസ്ലി ഗൗരവമായി. സ്ലോലി പതിയെ, സ്ലോലി പതിയെ. സീക്രട്ട്ലി രഹസ്യമായി, സീക്രട്ട്ലി രഹസ്യമായി. സെൻസിബിളി വിവേകത്തോടെ, സെൻസിബിളി വിവേകത്തോടെ. സ്റ്റുപ്പിഡ്ലി മൂഢമായി, സ്റ്റുപ്പിഡ്ലി മൂഢമായി. സോഫ്റ്റ്ലി ഓർ ടെൻഡർലി മൃദുവായി, സോഫ്റ്റ്ലി ഓർ ടെൻഡർലി മൃദുവായി. വെൽ നന്നായി, വെൽ നന്നായി. അടുത്തതായി ആഡ്വർബ് ഓഫ് ഡിഗ്രീസ് ആണ് പഠിക്കുന്നത്. അതായത് ഒരു പ്രവൃത്തി എത്രത്തോളം തീക്ഷ്ണതയോടെ അല്ലെങ്കിൽ എത്രത്തോളം ഉത്സാഹത്തോടെ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന വേർഡുകൾ. അതിനെയാണ് നമ്മൾ ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ. അബ്സല്യൂട്ട്ലി തീർച്ചയായും, അബ്സല്യൂട്ട്ലി തീർച്ചയായും. ബെയർലി കഷ്ടിച്ച്, ബെയർലി കഷ്ടിച്ച്. ഓൾമോസ്റ്റ് മിക്കവാറും, ഓൾമോസ്റ്റ് മിക്കവാറും. ഡീപ്ലി ആഴമായി, ഡീപ്ലി ആഴമായി. എക്സ്ട്രീംലി അങ്ങേയറ്റം, എക്സ്ട്രീംലി അങ്ങേയറ്റം. ഇനഫ് ആവശ്യത്തിന്, ഇനഫ് ആവശ്യത്തിന്. ഇനോർമസ്ലി അസാധാരണമായി, ഇനോർമസ്ലി അസാധാരണമായി. എൻറ്റയർലി മുഴുവനായി, എൻറ്റയർലി മുഴുവനായി. കംപ്ലീറ്റ്ലി പൂർണ്ണമായി, കംപ്ലീറ്റ്ലി പൂർണ്ണമായി. ഫെയർലി ന്യായമായി, ഫെയർലി ന്യായമായി. ജസ്റ്റ് പേരിന്, ജസ്റ്റ് പേരിന്. ഈക്വലി തുല്യമായി, ഈക്വലി തുല്യമായി. പാർഷ്യലി ഭാഗികമായി, പാർഷ്യലി ഭാഗികമായി. ഹോളി മുഴുവനായി, ഹോളി മുഴുവനായി. ടു കൂടുതൽ, ടു കൂടുതൽ. ക്വയറ്റ് തികച്ചും, ക്വയറ്റ് തികച്ചും. അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായി, അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായി. വെരി വളരെ, വെരി വളരെ. മോർ കൂടുതൽ, മോർ കൂടുതൽ. ബ്ലൈൻഡ്ലി അന്ധമായി, ബ്ലൈൻഡ്ലി അന്ധമായി. അടുത്തതായിട്ട് ആഡ്വർബ്സ് ഓഫ് ടൈം ആണ്. അതായത് സമയത്തെ വെൻ എപ്പോൾ നടന്നു എന്ന് സൂചിപ്പിക്കുന്ന നമ്മളുടെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ആഡ്വർബ്സ് ആണ് ആഡ്വർബ്സ് ഓഫ് ടൈം. ഓക്കെ. ഓൾവേസ് എപ്പോഴും, ഓൾവേസ് എപ്പോഴും. സംടൈംസ് വല്ലപ്പോഴും, സംടൈംസ് വല്ലപ്പോഴും. ഓഫൻ ഓർ ഫ്രീക്വൻലി തുടർച്ചയായി, ഓഫൻ ഓർ ഫ്രീക്വൻലി തുടർച്ചയായി. നോർമലി ഓർ ജനറലി സാധാരണയായി,
നോർമലി ഓർ ജനറലി സാധാരണയായി. യൂഷ്വലി പതിവായി. യൂഷ്വലി പതിവായി. സെൽഡം ഓർ റെയർലി അപൂർവമായി. സെൽഡം ഓർ റെയർലി അപൂർവമായി. ഒക്കേഷണലി ഇടയ്ക്കിടെ. ഒക്കേഷണലി ഇടയ്ക്കിടെ. നെവർ ഒരിക്കലും. നെവർ ഒരിക്കലും. എവ്രി ടൈം എല്ലായ്പ്പോഴും. എവ്രി ടൈം എല്ലായ്പ്പോഴും. എവ്രി ഡേ എല്ലാ നേരത്തും. എവ്രി ഡേ എല്ലാ നേരത്തും. നൗ ഇപ്പോൾ. നൗ ഇപ്പോൾ. ലേറ്റർ പിന്നീട്. ലേറ്റർ പിന്നീട്. സൂൺ അതിവേഗം. സൂൺ അതിവേഗം. എസ്റ്റർഡേ ഇന്നലെ. എസ്റ്റർഡേ ഇന്നലെ. ടുഡേ ഇന്ന്. ടുഡേ ഇന്ന്. ടുമോറോ നാളെ. ടുമോറോ നാളെ. യെറ്റ് ഓർ സ്റ്റിൽ ഇതുവരെയും. യെറ്റ് ഓർ സ്റ്റിൽ ഇതുവരെയും. ടുഡേ ഇന്ന് പകൽ. ടുഡേ ഇന്ന് പകൽ. ടുനൈറ്റ് ഇന്ന് രാത്രി. ടുനൈറ്റ് ഇന്ന് രാത്രി. ദെൻ അന്ന്. ദെൻ അന്ന്. ഇനി ആഡ്വർബ്സ് ഓഫ് പ്ലേസ് ആണ്. വെയർ എന്ന ചോദ്യത്തിന് ആൻസർ ലഭിക്കുന്ന ചില വേർഡ്സ്. അത് എവിടെയാണ് പ്രവൃത്തി നടന്നത് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. എബവ് മുകളിൽ. എബവ് മുകളിൽ. എബ്രോഡ് വിദേശത്ത്. എബ്രോഡ് വിദേശത്ത്. എവേ അകലെ. എവേ അകലെ. നിയർ അരികെ. നിയർ അരികെ. ഹിയ ഇവിടെ. ഹിയ ഇവിടെ. ഫാർ ദൂരെ. ഫാർ ദൂരെ. വേറെവർ എവിടെയാണേലും. വേറെവർ എവിടെയാണേലും. ഇൻസൈഡ് അകത്ത്. ഇൻസൈഡ് അകത്ത്. ഔട്ട്സൈഡ് പുറത്ത്. ഔട്ട്സൈഡ് പുറത്ത്. ബിഹൈൻഡ് പിറകിൽ. ബിഹൈൻഡ് പിറകിൽ. ഇൻ ഉള്ളിൽ. ഇൻ ഉള്ളിൽ. ഔട്ട് പുറത്ത്. ഔട്ട് പുറത്ത്. എബവ് മുകളിൽ. എബവ് മുകളിൽ. ബിലോ കീഴെ. ബിലോ കീഴെ. ഡൗൺ താഴെ. ഡൗൺ താഴെ. അണ്ടർ അടിയിൽ. അണ്ടർ അടിയിൽ. ഡൗൺ സ്റ്റെയേഴ്സ് താഴത്തെ നില. ഡൗൺ സ്റ്റെയേഴ്സ് താഴത്തെ നില. അപ്പ് സ്റ്റെയേഴ്സ് മുകളത്തെ നില. അപ്പ് സ്റ്റെയേഴ്സ് മുകളത്തെ നില. ദെയർ അവിടെ. ദെയർ അവിടെ. സംവെയർ എവിടെയോ. സംവെയർ എവിടെയോ. അടുത്തതായിട്ട് ആഡ്വർബ്സ് ഓഫ് സെർട്ടനിറ്റി ആണ്. അതായത് നമുക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് എത്രത്തോളമുണ്ട്, ഒരു പ്രവൃത്തിയെക്കുറിച്ച് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് സൂചിപ്പിക്കാൻ സഹായിക്കുന്ന വേർഡ്സ് ആണ് ആഡ്വർബ്സ് ഓഫ് സെർട്ടനിറ്റി. ഓക്കെ. അപ്പാരൻലി പ്രകടമായ. അപ്പാരൻലി പ്രകടമായ. ക്ലിയർലി വ്യക്തമായ. ക്ലിയർലി വ്യക്തമായ. ഡെഫിനറ്റ്ലി തീർച്ചയായും. ഡെഫിനറ്റ്ലി തീർച്ചയായും. ഡൗട്ട്ഫുള്ളി സംശയകരം. ഡൗട്ട്ഫുള്ളി സംശയകരം. ഒബ്വിയസ്ലി സ്പഷ്ടമായ. ഒബ്വിയസ്ലി സ്പഷ്ടമായ. പെർസ്യൂമബ്ലി മുൻകൂട്ടി. പെർസ്യൂമബ്ലി മുൻകൂട്ടി. പ്രൊബബ്ലി ഒരു പക്ഷേ. പ്രൊബബ്ലി ഒരു പക്ഷേ. ഹോപ്പ്ഫുള്ളി പ്രതീക്ഷയോടെ. ഹോപ്പ്ഫുള്ളി പ്രതീക്ഷയോടെ. അൺഡൗട്ടർലി സംശയമില്ലാതെ. അൺഡൗട്ടർലി സംശയമില്ലാതെ. പ്രിഫറബ്ലി മുൻഗണനയോടെ. പ്രിഫറബ്ലി മുൻഗണനയോടെ. ഓക്കെ. അടുത്തതായിട്ട് ആഡ്വർബ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്.
നമ്മുടെ മനോഭാവം എങ്ങനെയുള്ളതാണ്, ഒരു പ്രവൃത്തിയോട് നമ്മുടെ മനോഭാവം എങ്ങനെയുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന വേർഡ്സാണ് ആഡ്വേർബ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ. ഹോണസ്റ്റ്ലി, സത്യസന്ധമായി. ഹോണസ്റ്റ്ലി, സത്യസന്ധമായി. റൈച്ചസ്ലി, നീതിയായി. റൈച്ചസ്ലി, നീതിയായി. ഇൻട്രസ്റ്റിംഗ്ലി, താൽപ്പര്യവശാൽ. ഇൻട്രസ്റ്റിംഗ്ലി, താൽപ്പര്യവശാൽ. അൺബിലീവബ്ലി, അവിശ്വസനീയമായി. അൺബിലീവബ്ലി, അവിശ്വസനീയമായി. സർപ്രൈസിംഗ്ലി, ആശ്ചര്യമായി. സർപ്രൈസിംഗ്ലി, ആശ്ചര്യമായി. ബിലീവബ്ലി, വിശ്വസനീയമായി. ബിലീവബ്ലി, വിശ്വസനീയമായി. ട്രസ്റ്റ്ഫുള്ളി, വിശ്വസ്തമായി. ട്രസ്റ്റ്ഫുള്ളി, വിശ്വസ്തമായി. റിലയബിളി, ഉറപ്പോടെ. റിലയബിളി, ഉറപ്പോടെ. കോൺഫിഡൻ്റ്ലി, ആത്മവിശ്വാസത്തോടെ. കോൺഫിഡൻ്റ്ലി, ആത്മവിശ്വാസത്തോടെ. അടുത്തതായിട്ട് ആഡ്വേർബ് ഓഫ് ജഡ്ജ്മെൻറ്റ്. നമുക്കൊരു വിഷയത്തെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നു, ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നു, അതിനെ സഹായിക്കുന്ന വേർഡ്സാണ് ആഡ്വേർബ്സ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ബ്രേവ്ലി, ധൈര്യത്തോടെ. ബ്രേവ്ലി, ധൈര്യത്തോടെ. ഫൂളിഷ്ലി, ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ മൂഢമായി. ഫൂളിഷ്ലി, ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ മൂഢമായി. ജനറസ്ലി, ഉദാരമായി. ജനറസ്ലി, ഉദാരമായി. റൈറ്റ്ലി, ശരിയായി. റൈറ്റ്ലി, ശരിയായി. റോങ്ലി, തെറ്റായി. റോങ്ലി, തെറ്റായി. അൺഫെയർലി, അനുകൂലമല്ലാതെ. അൺഫെയർലി, അനുകൂലമല്ലാത്ത. വൈസ്ലി, ബുദ്ധിയോടെ. വൈസ്ലി, ബുദ്ധിയോടെ. ഡിലിജൻ്റ്ലി, ജാഗ്രതയോടെ. ഡിലിജൻ്റ്ലി, ജാഗ്രതയോടെ. പ്രിസൈസ്ലി ഓർ ആക്യുറേറ്റ്ലി, കൃത്യമായി. പ്രിസൈസ്ലി ഓർ ആക്യുറേറ്റ്ലി, കൃത്യമായി. വിഷനറി, ദാർശനികമായി. വിഷനറി, ദാർശനികമായി. അടുത്തതായിട്ട് ലിങ്കിങ് ആഡ്വേർബ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് സെൻറ്റൻസുകളെ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ മറ്റൊരു അർത്ഥവത്തായ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വേറൊരു സെൻറ്റൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന ചില ആഡ്വേർബ്സ് ഉണ്ട്. അതിന് നമ്മൾ ലിങ്കിങ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതിൽ ചില എക്സാമ്പിൾസ് നിങ്ങൾക്കിവിടെ കൊടുക്കുന്നു. ബിസൈഡ്സ്, കൂടാതെ. ബിസൈഡ്സ്, കൂടാതെ. കമ്പറേറ്റീവ്ലി, താരതമ്യേന. കമ്പറേറ്റീവ്ലി, താരതമ്യേന. കോൺവേഴ്സ്ലി, തിരിച്ചും. കോൺവേഴ്സ്ലി, തിരിച്ചും. ഈക്വലി, തുല്യമായി. ഈക്വലി, തുല്യമായി. ഫർദർ, കൂടുതൽ. ഫർദർ, കൂടുതൽ. ഹെൻസ്, അതിനാൽ. ഹെൻസ്, അതിനാൽ. നെയ്മ്ലി, അതായത്. നെയ്മ്ലി, അതായത്. നെക്സ്റ്റ്, അടുത്തത്. നെക്സ്റ്റ്, അടുത്തത്. അഡീഷണലി, കൂടുതലായി. അഡീഷണലി, കൂടുതലായി. എനിവേ, എന്നിരുന്നാലും. എനിവേ, എന്നിരുന്നാലും. ഇൻ കോൺട്രാസ്റ്റ്, വിരുദ്ധമായി. ഇൻ കോൺട്രാസ്റ്റ്, വിരുദ്ധമായി. ഇൻഡീഡ്, സത്യത്തിൽ. ഇൻഡീഡ്, സത്യത്തിൽ. മോറോവർ, മാത്രമല്ല. മോർ ഓവർ, മാത്രമല്ല. സിമിലർലി, ഇതുപോലെ. സിമിലർലി, ഇതുപോലെ. സബ്സിക്വൻ്റ്ലി, പിന്നീട്. സബ്സിക്വൻ്റ്ലി, പിന്നീട്. കോൺസിക്വൻ്റ്ലി, തൽഫലമായി. കോൺസിക്വൻ്റ്ലി, തൽഫലമായി. ഓൾസോ, അതോടൊപ്പം. ഓൾസോ, അതോടൊപ്പം. യെറ്റ്, എന്നിരുന്നാലും. യെറ്റ്, എന്നിരുന്നാലും. മീൻ വൈൽ, അതേസമയം. മീൻ വൈൽ, അതേസമയം. ഡെയർ ആഫ്റ്റർ, അതിനുശേഷം. ഡെയർ ആഫ്റ്റർ, അതിനുശേഷം. ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിങ്ങിൽ, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കിത് വളരെ ഉപകാരപ്പെടും. സോ നിങ്ങളിത് കേൾക്കുക, എഴുതി പഠിക്കുക, കൂടുതൽ വേർഡ്സ് ഡിക്ഷണറീസ് റെഫർ ചെയ്യുക. അപ്പോൾ അതിലുണ്ടാവും ആഡ്വേർബ്സ് ആണെങ്കിൽ അതിൽ ആഡ്വേർബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. സോ
നന്നായി പഠിച്ച് നല്ല വിജയങ്ങൾ കൈവശമാക്കുക. ഓക്കെ. ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവസരങ്ങൾ നഷ്ടമാകുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് വേണ്ടി ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് സഹകരിക്കുക. അനേക ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ. ഓക്കെ. ഇതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ, ഇത് ചിലപ്പോൾ പൂർണ്ണമായിരിക്കില്ല, തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കമൻറ്റ് ബോക്സ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ. അതല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.